തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലെൻ ഡിവോഷന്റെ 22ാം ദിവസത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വലിയ നോമ്പിന്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. അനുതാപത്തിന്റെയും ത്യാഗത്തിന്റെയും വിശദീകരിക്കപ്പെടുന്നതിന്റെയും അനുഭവമാണ് നോമ്പ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കി ദൈവഹിതത്തിനനുസരിച്ച് നാം ജീവിക്കുമ്പോഴാണ് നോമ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അർത്ഥപൂർണമാകുന്നത്. നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് സഭയായി നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയം സകലരെയും ഉൾക്കൊള്ളുവാനുള്ള വിളി എന്നതാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്തിൽ 2 പേർ തമ്മിലുള്ള കണ്ടുമുട്ടലാണ് നാം കാണുന്നത്. സോർ സീദോൻ അതിർത്തിയിൽ എത്തുന്ന യേശു കർത്താവിനെ കാണണമെന്ന അതീവ ആഗ്രഹത്തോടെ വന്ന കനാന്യ സ്ത്രീയുമാണ് ഇവിടെ നാം കാണുന്നത്. യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ ആ കാൽക്കൽ വീണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് അവർ നിലവിളിക്കുകയാണ്. എന്നാൽ പതിവിലും വിപരീതമായി മൗനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ യേശു കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. 2ാം തവണ വീണ്ടും സഹായിക്കണമേ എന്നുള്ള അപേക്ഷയിൽ അവർക്ക് ലഭിച്ച മറുപടി മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നതായിരുന്നു. ഇങ്ങനെ നിഷേധ വാക്കുകൾ മാത്രം ചൊരിഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ആഴം പരീക്ഷിക്കപ്പെടുകയാണ്. പിന്നെയും തന്റെ ആവശ്യം നടക്കാതെ യേശുവിനെ വിട്ടുപിരിയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്ന കനാന്യ സ്ത്രീയെ നോക്കി, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ കർത്താവ് പ്രശംസിച്ചുകൊണ്ട് ഈ വേദഭാഗം അവസാനിക്കുന്നതും കാണാം. ഇവിടെ അതിർത്തിയില്ലാത്ത അചഞ്ചലമായ വിശ്വാസത്തോടെയാണ് യേശുവിന്റെ അടുക്കിലേക്ക് കനാന്യ സ്ത്രീ വരുന്നത്. ക്രിസ്തുവിനാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന അവരുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണത ഈ സുവിശേഷത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നു. പ്രാർത്ഥനയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കനാന്യ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നു. അനേക പ്രശ്നങ്ങളുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിലാണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തോട് വൈ മീ, ദൈവമേ, എന്തുകൊണ്ടാ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കാതെ സകലരെയും ഉൾക്കൊള്ളുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. കനാന്യ സ്ത്രീയെ പോലെ യേശുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ ഉടമകളാകുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, തോമാസ് ലീഹ പറഞ്ഞതുപോലെ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ വിശ്വാസം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. നാം ഇന്ന് ധ്യാനിച്ച ഈ വേദഭാഗത്തിലെ സ്ത്രീയെ പോലെ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വിശ്വാസത്താൽ സാധ്യമാകുവാൻ ഈ നോമ്പുകാലം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.